എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ഒരു വലിയ ആഗ്രഹം, അതായത് ഒന്നുമില്ല, ഒരു കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഫുട്ബോൾ സ്വന്തമായിട്ട് വാങ്ങുക എന്നുള്ള ആഗ്രഹം നടക്കാതെ പോയ ഒരു ആഗ്രഹമാണ്. അതിലെ ചില അനുഭവങ്ങളാണ് ഞാനിന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടിക്കാലം, എൻ്റെ കുട്ടിക്കാലം മീൻസ് മറ്റുള്ളവരുടെ കുട്ടിക്കാലത്തിലെ പോലെ തന്നെ കളികളിലായിരുന്നു കൂടുതൽ സമയം. പ്രത്യേകിച്ച് 1980കളുടെ കാലഘട്ടം, 90ൻ്റെ തുടക്കത്തിലുമായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം. അപ്പൊ LP സ്കൂളിലൊക്കെ ആയ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളുള്ളത്. സ്കൂളിൽ പോവുക, സ്കൂളിൽ കളികൾ ഏർപ്പെടുക, മിക്കവാറും ഫുട്ബോൾ തന്നെ ആയിരിക്കും. ഇപ്പൊ രാവിലെ സ്കൂളിൽ വിട്ട് വന്നാൽ ഇങ്ങനെ ഫുട്ബോൾ കളി, ഫുൾ ടൈം കളികൾ തന്നെയാണ് പരിപാടി. മാത്രമല്ല അന്ന് ഫുട്ബോൾ അന്ന് സാധാ ഫുട്ബോൾ ഒന്നും കിട്ടാനുണ്ടെങ്കിലും അത് സാധാരണ എല്ലാ കുട്ടികൾക്കൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കെട്ടുപന്ത് എന്ന് പറയാം, അത് പഴയ പഴന്തുണി ഉപയോഗിച്ചുകൊണ്ട് കയറുപയോഗിച്ച് വൃത്തിയായിട്ട് കെട്ടിട്ട് അതുകൊണ്ട് കളിക്കും. അത് തട്ടിയ നീങ്ങൊന്നുമില്ല ചിലപ്പോൾ. മാത്രമല്ല ഒരു ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്നും റിപ്പയർ വർക്ക് അതിന് വേണ്ടി വരും. അപ്പൊ ഞങ്ങൾ LP സ്കൂൾ സമയത്ത് കെട്ടുപന്താണ് കളിക്കുക. മാത്രമല്ല പിന്നെ ഈ കെട്ടുപന്ത് കളിക്കാൻ എൻ്റെ അടുത്ത്, ഇപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പുണ്ട്. അവിടെ ഒരു വലിയ അതിന് പറയാം നിരന്ന പറമ്പ് എന്നാ പറയാ, പറമ്പിന് പറയാം നിരന്ന പറമ്പിൽ അതിൽ ഒരു നിരന്ന പറമ്പ് തന്നെയായിരുന്നു. പറമ്പും ഒരു വലിയൊരു ഗ്രൗണ്ട്, അതിനടുത്ത് ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ വലിയ ഗ്രൗണ്ടിൽ മുതിർന്ന ആളുകൾ കളിക്കും. അവർ ശരിക്കും നല്ല ഫുട്ബോൾ ഉപയോഗിച്ചാണ് കളിച്ചിരുന്നത്. ഞങ്ങൾ തൊട്ടടുത്ത് ചെറിയൊരു ഭാഗമുണ്ട്, അതിന്റെ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ചെറിയ ഗ്രൗണ്ട് പറയുമ്പോൾ ചെറിയൊരു ഭാഗം, ആ ഭാഗത്ത് ഞങ്ങൾ എന്ത് ചെയ്തും ഈ LP തലത്തിലുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഞങ്ങൾ കളിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇന്ന് ആ നിരന്നുറമ്പ് ആ പറമ്പിന് അന്ന് ആ പറമ്പിന് പറഞ്ഞു വരുന്നത് നിരന്നുറമ്പ്. ഇന്ന് ഞങ്ങളുടെ ടൗണിന്റെ പേരെന്തായി നിരന്നുറമ്പ് എന്ന് മാറിയിട്ടുണ്ട്. അത് യാദൃശ്ചികമായിട്ടാണ്. അപ്പൊ അങ്ങനെ കളിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ വൈകുന്നേരം വന്നാലും ഫുൾ ടൈം കളി, സ്കൂൾ വന്നാലും ശനി ഞായർ ഒഴിവുള്ള സമയത്തൊക്കെ ഫുൾ ടൈം കളി കഴിഞ്ഞാൽ നേരെ കുളത്തേക്കാ പോവാ. കുളത്തിലൊരു 1/2 മണിക്കൂർ ചാട്ടം. അത് കുളത്തിൽ ഓടി ഒന്ന് ചാടുക, പിന്നെ കുളത്തിൽ തൊട്ടുകളി, ചിലപ്പോൾ തല്ല് കച്ചറൊക്കെ ഉണ്ടാക്കും. അത് എന്നും. അപ്പൊ ഈ LP ലെവലിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കെട്ടുപന്ത് കളിയും പിന്നെ ഈ വൈകുന്നേരത്തിലെ കുളത്തിൽ ചാട്ടമായിരുന്നു ആ കാലഘട്ടം ഉണ്ടായിരുന്നത്. അന്ന് ആഗ്രഹം ഈ ഒരു ശരിക്കുള്ള ഒരു ഫുട്ബോൾ, വലിയൊരു ഫുട്ബോൾ കളിക്കണം എന്ന് വലിയ ആഗ്രഹം എനിക്ക് അന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ വലിയ ബോൾ നല്ല കാറ്റൊക്കെ അടിച്ച് നമ്മളെ കാലുമത് കൺട്രോൾ വരാത്തൊരു അവസ്ഥ. അപ്പൊ എന്നും സ്വന്തം ബോൾ വാങ്ങണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ LP ലെവൽ കഴിഞ്ഞ് പിന്നെ UP പോണ എൻ്റെ മാതാപിതാക്കള് അധ്യാപകരായിരുന്നു. മാതാവിന്റെ സ്കൂളായിരുന്നു ഞാൻ പോകുന്നത്. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ യാത്ര പോകണം. അപ്പൊ മാതാവിന്റെ സ്കൂളിലേക്കാണ് പിന്നെ UP ലെവലിലേക്ക് പോവാ. അപ്പൊ മാതാവിന്റെ സ്കൂളിന്റെ ഏരിയ പ്രത്യേകിച്ച് ഒരു ഗൾഫ് ഏരിയ ആയിരുന്നു. അപ്പോൾ അന്നത്തെ 80കളുടെ അവസാനത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഈ ഗൾഫിൽ നിന്ന് പോയി വരുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞാൽ വരുമ്പോൾ നല്ല ഫുട്ബോൾ കൊണ്ടുവരും. സ്കൂള് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ എന്ത് ഈ ബോൾ സ്കൂളിലേക്ക് കുട്ടികൾ കൊണ്ടുവരും. ഒരു കുട്ടി ബോൾ കൊണ്ടുവന്നാൽ ആ സ്കൂളിൽ പിന്നെ ഹീറോ ആണ്. കാരണം അവനെ സോപ്പിട്ടിട്ടില്ലെങ്കിൽ അവന്റെ കൂടെ കളിക്കാൻ സമ്മതിക്കൂല. അപ്പൊ അവനെന്ത് ചെയ്യും, പല കുട്ടികളും സ്വന്തമായിട്ട് ബോൾ കൊണ്ടുവരും. ഞങ്ങൾക്ക് അവരോട് കമ്പനി എന്ത് ചെയ്യും, കമ്പനി കൂടുന്ന അവരുടെ കൂട്ടത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കൂളിലെ ഒഴിവ് സമയങ്ങളിൽ, ലഞ്ച് ബ്രേക്കിലെ സമയങ്ങളിൽ സത്തത്തറാമലക്കൻ്റെ ഗ്രൗണ്ടിൽ ഇത്തരം ബോൾ മറ്റു കുട്ടികൾ ഗൾഫിൽ നിന്ന് പിതാക്കന്മാർ കൊണ്ടുവന്ന ഈ ബോൾ ഉപയോഗിച്ച് കൊണ്ടുവരുന്ന കുട്ടികളെ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ കളിക്കുന്ന സമയത്ത് ഇവരായിട്ട് ഫുൾട്ട് സോപ്പിട്ട് നിൽക്കണം. സോപ്പിട്ടില്ലെങ്കിൽ അവര് എന്ത് ചെയ്യും, നമ്മളെ കളിയിൽ കൂട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ബോൾ കൊണ്ടുവന്ന കുട്ടീനെ ഞാൻ തർക്കത്തിലായി, എന്നെ കളിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അപ്പൊ എന്നെ കൂട്ടാതെ കളി ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ കളിക്കണം, ഭയങ്കര ഒരു എന്താ പറയാ, ഫുട്ബോൾ പറഞ്ഞാൽ ഏത് നട്ടുച്ചക്ക് പോയിട്ട് കളിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ ഞാൻ എന്ത് അഭിമാനത്തോടെ ഇന്ന കളി കൂട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മാറി നിന്ന് കാണും അവർ കളിക്കണത്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും മറവിലൊക്കെ നിന്നുകൊണ്ട് വളരെ സങ്കടത്തോടെ കണ്ടൊരു കാലഘട്ടം അങ്ങനെ ഓർക്കാണ്. അങ്ങനെ അത് 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ലെവലാണ്. അപ്പോൾ ഈ സ്വന്തമായിട്ടൊരു ഫുട്ബോൾ വാങ്ങണം എന്നുള്ള ആഗ്രഹം വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, ഈ പർച്ചേസിങ് മെന്റാലിറ്റി ഒന്നും ഇല്ലല്ലോ. വീട്ടിൽ പറഞ്ഞാൽ അന്ന് ശരിക്കും ഈ ഫുട്ബോളിനെ അന്ന് ഇല്ലാത്തവരുടെ ഫുട്ബോളാണ് വരിക.
നല്ല ഒരു 3-ാം നമ്പർ 5-ാം നമ്പർ പറയും. 3 നമ്പർ ചെറിയൊരു ഇടത്തരം ബോള്, 5 നമ്പറാണ് ഇപ്പം സാധാ കാണുന്ന വലിയ ഫുട്ബോൾ. ഇതിൽ പുറത്തുനിന്നല്ല എത്ര ആയിരിക്കും, ഉള്ളിൽ സെപ്പറേറ്റ് റബ്ബറിന്റെ ബ്ലാഡർ ഉണ്ടായിരിക്കും. ആ രീതിയിലുള്ള ബോളാണ് വരിക. അപ്പോൾ അതിന് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാകണ ഒരു 150-200 രൂപേൻ്റെ അടുത്താണ് അതിന് അന്ന് വില. ഇന്ന് എനിക്കൂടെ അത്രയും ബോൾ 5000-6000 രൂപ വില ഉണ്ടായിരിക്കണം. അപ്പം വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അവരെന്തായാലും ആ കാലഘട്ടത്തിൽ പൊതുവെ ആരും വാങ്ങാത്തൊരു കാലഘട്ടം. വീട്ടിൽ ഫാദർ എന്ത് ചെയ്യും, ചെറിയ റബ്ബറിന്റെ ബോൾ കൊണ്ടു തരും, ഒരു ടെന്നീസ് ബോൾ പോലത്തെ ബോൾ. അതാണ് കളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ അത് വരില്ല, തട്ടിക്കഴിഞ്ഞാൽ പല ഭാഗത്തൊക്കെ തെറിക്കും. മാത്രമല്ല അത് രണ്ടാമത് കൂട്ടിയൊക്കെ അടിച്ചാൽ ചില പൊട്ടും. അപ്പൊ അത് ഒരു കളിക്കാൻ കംഫർട്ട് അല്ലായിരുന്നു. അപ്പൊ വീട്ടില് ഈ 150 രൂപന്റെ ബോൾ ഞാൻ പറഞ്ഞിട്ട് കിട്ടൂല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ മാതാപിതാക്കളെ അന്നത്തെ കാലഘട്ടത്തെ കുറ്റപ്പെടുത്തുക. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇന്നത്തെ ഒരു പൊതുവെ ഒരു വറുതിയുടെ കാലഘട്ടമാണ്. പിന്നെ മാത്രമല്ല ആളുകൾ പൊതുവെ കൂടുതലൊന്നും ഒരു പർച്ചേസ് ഒന്നും സാധനം കൂടുതൽ പർച്ചേസ് ചെയ്യാത്തൊരു കാലഘട്ടമാണ് എന്നുള്ളത്. അപ്പൊ ഈ സ്വന്തമായിട്ട് ബോൾ വാങ്ങണം, ഒരു ഫുട്ബോൾ വാങ്ങണം. എൻ്റെ ഭാഷ പറഞ്ഞ 5-ാം നമ്പർ ഫുട്ബോൾ വേണം, വല്ലാത്തൊരു ആഗ്രഹമായിട്ട് നടക്കുക. അപ്പൊ സ്കൂളിൽ എൻ്റെ പിന്നെ ഉണ്ടാവും സ്കൂളിൽ വരിക ഈ PT പീരീഡ് ആണ്. PT പീരീഡ് സ്കൂളിൽ ബോളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാകാൻ അന്ന് 2-3 ബോളുണ്ട്. അപ്പോൾ ഞാൻ 6-ലോ 7-ലൊക്കെ ആ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അന്ന് ഓർമ്മയുണ്ട്. 5-ാം പീരീഡ് ആണ് എൻ്റെ 7-ാം ക്ലാസ്സിൽ. ഈ 5-ാം പീരീഡ് ആണ് എനിക്ക് PT പീരീഡ് ഉണ്ടാകുക. PT പീരീഡ് ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ഹരിദാസ മാഷായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ സോപ്പ് ഇട്ടിട്ട് നിൽക്കും. മാഷ് ബോൾ ചോദിച്ചാൽ മാഷ് ബോൾ വരും. ബോൾ തരും ചെയ്യും. മാഷ് ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഗ്രൗണ്ടിൽ ഞങ്ങൾ കളി കണ്ട് മാഷ് ഒരു മരത്തണലിൽ ഇരിക്കും ചെയ്യും. അപ്പൊ ഈ ഓരോ ആഴ്ചയിലും 5-ാമത്തെ പീരീഡ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക ഞങ്ങൾ എന്നും. അപ്പോൾ ഈ 5-ാം പീരീഡ് ബോള് കളി നടക്കണമെങ്കിൽ ബുധനാഴ്ച കളി നടക്കുക. തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ടീം റെഡിയാക്കിയിട്ടുണ്ടാവും. തിങ്കളാഴ്ച ബുധനാഴ്ച എൻ്റെ ടീം നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 10-60ഓളം കുട്ടികളുണ്ടാവും. ഒരു 20-25 കുട്ടി ബോയ്സിനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ ടീം ഉണ്ടാക്കും. ഇത് ബുധനാഴ്ച കളിക്കാനുള്ള ടീമിനെ ഞങ്ങൾ തിങ്കളാഴ്ച തന്നെ റെഡിയാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ബുധനാഴ്ച നമ്മൾ കളിക്കണം, ഇത് ഇങ്ങനെ ഈ രീതിയിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യും, ടീം റെഡിയാക്കി നിർത്തും. എന്നിട്ട് ബുധനാഴ്ച 5-ാം പീരീഡ് സമയത്ത് 2 മുതൽ 2:40 വരെയാണ് നട്ടുച്ച സമയത്താണ്. ആ സമയത്ത് അത് മതിമറന്നൊരു ബോൾ കളിയുണ്ട്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്ര ആ കാലഘട്ടത്തിലെ ഫുട്ബോൾ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരു ബുധനാഴ്ച ഞങ്ങൾ കളിക്ക് റെഡിയായി 2 ദിവസം മുമ്പ് ടീമൊക്കെ പ്രാക്ടീസ് ചെയ്തൊക്കെ റെഡിയായി നിൽക്കുക. അപ്പോൾ ബുധനാഴ്ച മറ്റേ ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു 5-ാം പീരീഡ് തുടങ്ങുന്ന സമയത്താണ് കളിക്കാൻ ഞങ്ങൾ ഇറങ്ങുക. അപ്പോൾ ആ സമയത്തുണ്ട് നമ്മൾ ടീമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാ ടീമും റെഡിയാക്കിയിട്ടുണ്ട്, കളിക്കാൻ റെഡി, ഗോളി റെഡി, ഫ്രണ്ടിലാണ് കളിക്കാനൊക്കെ പ്ലാനൊക്കെ റെഡി ചെയ്യുന്ന സമയത്തുണ്ട് PT പീരീഡ് ഉണ്ട്. കണക്കിൻ്റെ മാഷ് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അന്നൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ എന്താ വെച്ചാൽ സങ്കടം എന്താ വെച്ചാൽ നമ്മൾ കളിക്കാൻ റെഡി ആയി നിൽക്കുക. അപ്പോൾ കണക്ക് മാഷക്ക് പാഠം തീർക്കാണ്ട് മാഷ് എന്ത് ചെയ്യാം, പാഠം തീർക്കുക. അന്നത്തെ ഒരു പ്രത്യേക രസമായിരുന്ന കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും ഈ ബോൾ വാങ്ങാൻ ഞാൻ കാശ് ഒരുമിച്ച് കൂട്ടാണ്. കാശ് കാരണം അന്ന് ഈ 150 അല്ലെങ്കിൽ 200 രൂപ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. അപ്പോൾ അത് കൂട്ടിണ്ടാക്കാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ 10 പൈസയൊക്കെ മുട്ടായി വാങ്ങാൻ കിട്ടും. 10 പൈസ മാക്സിമം മിഠായി 25 പൈസ 50 പൈസ കിട്ടും. അപ്പോൾ ഈ മുട്ടായി വാങ്ങാൻ തരുന്ന പൈസ ഫാദർ അല്ലെങ്കിൽ മദർ തരുന്ന. അപ്പോൾ ചില സമയത്ത് അമ്മായിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ അമ്മായി കുറച്ച് സാമ്പത്തികമായിട്ട് നിലയിലായതുകൊണ്ട് അമ്മായി എന്ത് ചെയ്യും, 50 പൈസ ഞങ്ങൾക്ക് മുട്ടായി വാങ്ങാൻ തരും. അപ്പോൾ ഈ മുട്ടായി വാങ്ങാൻ പറ്റുന്ന പൈസകളൊക്കെ എന്ത് ചെയ്യും, കൂട്ടി എന്ത് ചെയ്യും, ഞാനിങ്ങനെ റെഡിയാക്കി വെക്കും. അപ്പം അങ്ങനെ 7-ാം ക്ലാസ് 8-ാം ക്ലാസ് ആയി തുടങ്ങി. 8-ാം ക്ലാസ് ആയപ്പോൾ ഏകദേശം ഒരു 60 രൂപേൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു, സമ്പാദിച്ച് വെച്ചിട്ട് 60 രൂപ. അപ്പോൾ ഏകദേശം 150-200 അടുത്ത് കൊടുത്താൽ നല്ല ബോൾ കിട്ടും. അപ്പോൾ ഈ 60 രൂപ എന്ന സമയത്ത് ഞാൻ അങ്ങാടി പോകുമ്പോൾ ബോൾ നോക്കും. എൻ്റെ വീടിന് ഒരു 1.5 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ അങ്ങാടിയാണ്. ടൗണിലൊരു ബോൾ പോയിട്ട് ഞാൻ നോക്കും. പോയിട്ട് കടൻ്റെ ഉള്ളിൽ നോക്കാം, ബോൾ അവിടെ കാണും, നല്ല ബോൾ. ഞാൻ ഉദ്ദേശിച്ച ബോൾ അവിടെ കടയിലുണ്ട്. അപ്പോൾ അതിങ്ങനെ വളരെ സങ്കടത്തോടെ നമ്മൾ നോക്കും. ക്യാഷ് നമ്മൾ തികഞ്ഞിട്ടില്ല. ഈ 60 രൂപേൻ്റെ അടുത്ത് നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ എത്ര നമ്മൾ ക്യാഷ് സ്വരൂപിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് ആ ക്യാഷ് തീർന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്താണ് പിന്നെ ഇത് ബോൾ വാങ്ങണമല്ലോ, ബോൾ എങ്ങനെ വാങ്ങണം എന്നതിനെ കുറിച്ച് ഗവേഷണ സമയത്ത് എനിക്കൊരു ഐഡിയ മനസ്സിലായി. എൻ്റെ അമ്മാവനന്ന് ഗൾഫിലുണ്ട്. അമ്മാവന് ഞാൻ കത്തെഴുതാം. അപ്പോൾ കത്തെഴുതുമ്പോൾ വീട്ടിൽ നിന്ന് പഴയ സംവിധാനം നമുക്കറിയാലോ, ഒരു
പുതിയ തലമുറക്ക് അറിയുന്നുണ്ട്, ഒരു കത്ത് ഗൾഫൊക്കെ അയച്ചു കഴിഞ്ഞാൽ എത്തണമെങ്കിൽ 15 ദിവസം കഴിയണം. പിന്നെ അവിടുന്ന് മടങ്ങി വരുമ്പോഴത്തേന് 15 ദിവസം. അപ്പോൾ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് 30 ദിവസം വേണം. അപ്പോൾ ഞാൻ അമ്മാവനെ കത്തുന്ന സമയത്ത് ഉമ്മാട് പറഞ്ഞു ഒരു ബോളിനെ പറ്റി പറയാൻ വേണ്ടി ഇതിപ്പോൾ അമ്മാവനെ കൃത്യമായിട്ട് കത്തെഴുതി. അപ്പം അമ്മാവന് എൻ്റെ ആവശ്യം മനസ്സിലായത് കൊണ്ടോ ഞാൻ എന്തോ അവിടുത്തെ സുലഭമായി കിട്ടുന്നതുകൊണ്ടാവും അറിയില്ല. അപ്പം അമ്മാവൻ്റെ മറുപടി 1 മാസം എത്തോളം കഴിഞ്ഞപ്പോൾ വന്നു. ഇങ്ങനെ ബോൾ അടുത്ത ആഴ്ചയിൽ ഒരാൾ അല്ല അടുത്ത മാസം ഒരാൾ നമ്മളെ കോഴിക്കോട് ഒരാൾ എൻ്റെ റൂമിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. ഞാൻ ബോൾ വാങ്ങി വെച്ചിട്ടുണ്ട്, നല്ല ബോളാണ്, ഈ പറഞ്ഞ 5 നമ്പർ ബോൾ തന്നെയാണ്, അത് മറ്റേ അമ്മാവൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞ് കത്തുന്നു. അപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചട. കാരണം ഞാനിത് ഒരു ഫുട്ബോളിൻ്റെ എന്ത് ചെയ്യുക ഹോണറാകുകയാണ്. അപ്പോൾ ഞാൻ എനിക്കറിയാം അമ്മാവൻ നോണ പറയില്ല, അമ്മാവൻ മറ്റേ ഇന്ന ഡേറ്റിൽ ഏകദേശം ഇന്ന ഡേറ്റിൽ ബോൾ കിട്ടുന്നില്ല, ഇത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഉഷാറായി പറഞ്ഞു ഇങ്ങനെ ബോൾ വരുന്നുണ്ട്, ഇനി കളിക്കാം, അങ്ങോട്ട് കളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ എന്നെ പണ്ട് കളിയിൽ നിന്ന് പുറത്താക്കിയ ആളുണ്ട്, ഓൻ്റെ പോലെയല്ല ഞാൻ എല്ലാവരും കളി കൂട്ടുന്നതാണ്. ക്ലാസ്സിൽ ഞാൻ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഹീറോ ആണ്. ഞാൻ ക്ലാസ്സിൽ ഹീറോ ആയി. പിന്നെ 8ാം ക്ലാസ്സിൽ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും ഏകദേശം എല്ലാ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അറിയാണ് ബോൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ബോൾ വരുന്ന ഡേറ്റ് കാത്തുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിൽ അമ്മാവൻ പറഞ്ഞ ഡേറ്റിനുള്ള ആൾ വരും, കാത്തുകയാണ്. അപ്പോൾ ശനി ഞായറും എൻ്റെ വീട്ടിൽ ആളുണ്ടാവില്ല, പിന്നെ മാതാപിതാക്കൾ ജോലിക്കാരായതുകൊണ്ട് ശനി ഞായറും ആൾ വരുള്ളൂ എനിക്കറിയാം. അപ്പോൾ ഒരു ശനിയാഴ്ച കാത്തിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച ആൾ വരുന്നുണ്ട്, നല്ലൊരു വലിയൊരു സഞ്ചി കൊണ്ടാണ് വരുന്നത്. സഞ്ചിയിൽ കണ്ടിട്ട് ബോളും ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങാൻ വയ്യല്ലോ, 8ാം ക്ലാസ്സിലാണ്, പെട്ടെന്ന് വാങ്ങാൻ വയ്യ. വീട്ടിൽ ഇത് എത്തി, അയാളിങ്ങനെ എടുത്ത് തരാം. അത് അന്നത്തെ ഭയങ്കര പത്രാസിലാണ് എടുക്കുക. ഒരു സെൻറ്റിൻ്റെ കുപ്പിയുണ്ട്, ഒരു സ്പ്രേ കുപ്പിയുണ്ട്, തീപ്പെട്ടി വിളക്കുകളൊക്കെ ഉണ്ട്, തീപ്പെട്ടി വിളക്കുണ്ട്, പിന്നെ ഒരു അയാളുടെ ഇസ്തിരിപ്പെട്ടി ഉണ്ടായിരുന്നതെന്ന് ഇസ്തിരിപ്പെട്ടി ഉണ്ട്. പിന്നെ ഞാൻ ബോൾ നോക്കിയപ്പോൾ ബോളില്ല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ. ഞാനാണ് ക്ലാസ്സിൽ പോയിട്ട് എൻ്റെ വീമ്പത്തരങ്ങളും ഒരുപാട് പ്ലാൻ ഇന്ന ദിവസം ഏകദേശം വരും, നമുക്ക് കളി തുടങ്ങണം, അങ്ങോട്ട് ഞാൻ സ്കൂളിൽ ഇങ്ങനെ സ്റ്റാറായി നിൽക്കുക, ബോളില്ല. അപ്പോൾ അന്ന് അമ്മനെ ഫോൺ വിളിക്കാൻ വയ്യല്ലോ, അന്ന് ഫോണില്ലല്ലോ, വാട്സപ്പ് ചെയ്യാൻ വയ്യല്ലോ, അമ്മനെ അറിയണമെങ്കിൽ ഇവിടെ 15 ദിവസം കഴിയണം. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ഈ പാവം ബോൾ കൊണ്ടുവന്നിട്ടുണ്ട്, അയാൾ എന്ത് ചെയ്യുക, ആ ബോൾ ചിലപ്പോൾ അയാളെ ബന്ധുക്കളോ മക്കളാരെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ വല്ലാത്തൊരു മനപ്രയാസത്തിൽ വല്ലാത്തൊരു ഒരു മാനഹാനിയുടെ ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഞാൻ വിട്ടില്ല, ഞാൻ ബോൾ വാങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഞാൻ മെല്ലെ വീട്ടിൽ അന്ന് കശുവണ്ടി ഉണ്ട്, നമ്മളെ മലബാറിൽ നമ്മൾ അണ്ടി എന്നാണ് പറയുക, കശുവണ്ടി അണ്ടി. നമുക്ക് ഒന്നിട്ട് ചെറുത് സ്ഥലത്തായിട്ട് ഒന്നിട്ട് പ്ലോട്ടിലായിട്ട് ഫാദറിന് അണ്ടി. അപ്പോൾ ഞാൻ അണ്ടി പൊറുക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ അണ്ടി കുറേശ്ശെ മോഷ്ടിക്കാൻ തുടങ്ങി. അത് എന്നിട്ട് മെല്ലെ ഇത് മോഷ്ടിച്ചാൽ എനിക്ക് വിൽക്കാൻ ധൈര്യമില്ല. കാരണം ഒരു നമ്മളൊരു 5-10 കിലോ കശുവണ്ടി കൊണ്ട് ചെന്നാൽ കടക്കാരെടുക്കൂല. കടക്കാരെന്താ വെച്ചാൽ എൻ്റെ പിതാവിനെ അല്ലെങ്കിൽ കുടുംബത്തെ അറിയുന്ന ആളുകളാണ് അവിടെ ഉള്ളത്, അപ്പോൾ ഒരിക്കലും എടുക്കൂല. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇത് കശുവണ്ടി എന്ത് ചെയ്തു, ഈ പൊറുക്കി കുട്ടിയൊക്കെ റെഡിയാക്കി വെച്ചെങ്കിൽ എനിക്ക് വിൽക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിക്കണം. പിന്നെ ഈ ബോൾ വാങ്ങണം എന്നുള്ള ആഗ്രഹം വല്ലാത്തൊരു അസ്വസ്ഥയും മാറി, ഉറക്കല്ലാത്ത രീതിയിലായി മാറി, എപ്പോഴും ചിന്തകൾ അതായി മാറി. അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ വല്ലാത്തൊരു ആ പ്രായത്തിൽ ഒരു കുട്ടിക്കാലത്ത് ഒരു ടെൻഷനായ ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് ആരോ പറഞ്ഞു ഈ ചില ടൂർണമെന്റ് നടക്കുന്ന ക്ലബ്ബുകളൊക്കെ ഉണ്ട് അവിടെ നാട്ടിലൊക്കെ ഉള്ള. അപ്പോൾ അവരുടെ കയ്യിൽ പഴയ ബോൾ ഉണ്ടോ. അപ്പം ഈ പഴയ ബോളാകുമ്പോൾ ഈ പക്ക ലെതറിന്റെ ബോളാണ്, ചില പൊട്ടിയാണെങ്കിൽ പോലും അത് തുന്നി ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഞാനൊരു സുഹൃത്തുമായി പരിചയപ്പെട്ട ഒരു പഴയ ബോള്, കുറേ കളിച്ച് കേടുന്നൊരു ലെതറിന്റെ ബോള് വാങ്ങി. അത് ടൗണിൽ പോയിട്ട് അത് തുന്നിച്ചാൽ ഞാൻ ശ്രദ്ധിച്ചത് അത് തുന്നണത് ഞാൻ കൃത്യമായിട്ട് നോക്കി. എൻ്റെ അവർ ചക്ലിയന്മാരെന്ന് പറയുന്ന തുന്നുന്ന ആളുകൾ അത് തുന്നുന്ന ഞാൻ ശരിയായി നോക്കി. അപ്പോൾ മാത്രമല്ല അധികം വൈകാത്തിന് തുന്നിനൊരു സൂചിയും അത് നൂലും അതിനൊരു മെഴുകും ഉപയോഗിക്കില്ല, നൂല് ടൈറ്റാക്കി നിർത്താൻ വേണ്ടി മെഴുകും ഞാൻ വാങ്ങിയിട്ട് ഞാൻ പിന്നെ തുന്നൽ തുടങ്ങാൻ. ഇതിൻ്റെ പ്രത്യേകത ഇത് പഴയ ബോളല്ലേ, ഈ പഴയ ബോൾ തുന്നി വിട്ടപ്പോൾ നല്ല എനിക്ക് എൻ്റെ ആഗ്രഹം സഫലമായല്ലോ. സെക്കൻഡ് ഹാൻഡ് ബോളാണെങ്കിൽ ആഗ്രഹം സഫലമായി. ഞാൻ ബോളുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ അവസ്ഥ, ഞാൻ ഇപ്പം ഒന്നൊരു ബോളിൻ്റെ ഹോണറായിട്ടുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിൽ ഈ ബോളിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് നമ്മൾ വൈകുന്നേരം 1-1.5 മണിക്കൂർ കളിക്കണം.
കളിക്കുന്ന സമയത്ത് ഇത് ഒരു 1.5 മണിക്കൂർ കളിക്കുമ്പോൾ ഇതിന്റെ എവിടെയും തുന്നു പൊട്ടിയിട്ടുണ്ടാവും. തുന്നു പൊട്ടി ബ്ലാഡർ പുറത്തേക്ക് തള്ളി വരും. ഇപ്പൊ ഈ ബ്ലാഡർ തള്ളി വന്നവരെ കളിക്കാൻ പാടില്ല. പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലാഡർ വാങ്ങാൻ നമുക്ക് കാശില്ല. ഒരു 1.5 മണിക്കൂർ കളിക്കും, അപ്പോൾ കംപ്ലൈന്റ് വരും. പിന്നെ വീട്ടിലൊന്ന് പിന്നെ തുന്നും, അടുത്ത ദിവസവും ഇതെന്ത് ചെയ്യും, ഇത് തുന്നും. ഇങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഒരു എക്സ്പേർട്ട് എന്ത് ചെയ്യും, ഒരു ബോളിന്റെ തുന്നക്കാരനായി മാറുകയാണ്. അപ്പൊ അതും ഇങ്ങനെ കുറെ കാലം അങ്ങനെ തുന്നി പോവുക. അപ്പൊ ആ സമയത്താണ് ഏകദേശം 9ാം ക്ലാസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 9ാം ക്ലാസ്സിലെത്തിയത് 9ാം ക്ലാസ് ഈ സ്കൂൾ 9ാം ക്ലാസ് സ്കൂൾ പൂട്ടി നേരെ 10ാം ക്ലാസ്സിലേക്ക് മാറുകയാണ്. അപ്പോൾ വെക്കേഷൻ ഏകദേശം ഒരു ഏപ്രിൽ മാസമാണ് ഫുള്ള് ബോൾ കളിയാണല്ലോ, എന്നും കളിയാണ്. അപ്പോൾ മെയ് മാസം തന്നെ ദിവസം വീട്ടുകാരെ കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത ട്യൂഷന് ചേർത്താണ്. ഇനിയിപ്പോൾ ഇങ്ങനെ കളിച്ചു നടന്നാൽ പറ്റൂല, ട്യൂഷന് പോകണം എന്ന് പറഞ്ഞാൽ ട്യൂഷനിൽ ചേർത്താണ്. ട്യൂഷനിൽ ചേർത്തി അപ്പോഴും കുറേ നേരമൊക്കെ വെക്കേഷൻ മെയ് വരെയൊക്കെ കളിച്ചു. ജൂണിൽ കുറച്ച് ദിവസം അങ്ങനെ കളിക്കാൻ. പിന്നെ സ്കൂളിൽ 10ാം ക്ലാസ് വന്നപ്പോൾ വീട്ടിലത്തെ ആകെ ട്രെൻഡൊക്കെ മാറി, പൾസൊക്കെ മാറി. രാവിലെ എഴുന്നേൽക്കണം, 10ാം ക്ലാസ്സാണ്, രാവിലെ എഴുന്നേൽക്കണം. രാവിലെ ഈ ഒരു ഏകദേശം 5-5:15 എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് ഒരു 7 മണി വരെ വായിക്കണം. ആര് വായിക്കണം? രാവിലെ എനിക്കെന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്ക് വായിക്കാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് അങ്ങനെ ഉറങ്ങും. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഉമ്മ രാവിലെ സ്കൂളിൽ പോകണം, ഉമ്മക്ക് ജോലിയിൽ സ്കൂളിൽ പോകണതുകൊണ്ട് ഉമ്മ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഉമ്മ ലാസ്റ്റ് അടുക്കളയിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ഇരുത്തിട്ട് ഞാൻ 5 മുതൽ ഇങ്ങനെ 5-5:30 മുതൽ കുറേ ഉറങ്ങും, കുറേ വായിക്കും, കുറേ ഉറങ്ങും, കുറേ വായിക്കും, അങ്ങനെ വായിക്കും. അപ്പോഴും 10ാം ക്ലാസ്സായി. വൈകുന്നേരങ്ങളിൽ വീണ്ടും മഴക്കാലമാണെങ്കിൽ പോലും കളി തുടങ്ങാൻ. അതിൽ ഒരു ദിവസം കളി കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് ബോൾ കാണാനില്ല. അത് ഈ പഴയ ബോൾ തന്നെ. ഇപ്പോഴും പുതിയ ബോൾ വാങ്ങാൻ ആഗ്രഹമുണ്ട്. ബോൾ എങ്ങനെ തിരഞ്ഞിട്ടും ബോൾ ഞാൻ വെച്ച സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. വീടിൻ്റെ ഒരു ക്യാരി വരുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുള്ളത്. ബോൾ എങ്ങനെ തിരഞ്ഞാലും കാണാനില്ല. ഞാൻ ഫുള്ള് എൻ്റെ വീട് മുഴുവൻ തിരഞ്ഞു. വീട്ടുകാരൊക്കെ ചോദിച്ചു, ആരും കണ്ടില്ല എന്ന് പറഞ്ഞു. മധുര അനിയത്തി എല്ലാവരോടും ചോദിച്ചു. അലോകത്തെ കൊച്ചക്കന്മാരെ കൂടി ഞങ്ങൾ തിരഞ്ഞു. ആരെങ്കിലും ഇപ്പോൾ രാത്രി ആരും ഒന്ന് മോഷ്ടിച്ചു. ഈ പഴയ ബോളൊന്നും അവർ മോഷ്ടിക്കാൻ അന്ന് സാധ്യതയല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. തിരഞ്ഞ് എങ്ങനെ എവിടെ കിട്ടില്ല. പറമ്പിൽ തിരഞ്ഞു, തിരഞ്ഞു നോക്കി, എല്ലാം തിരഞ്ഞു നോക്കി. പക്ഷെ ഒരു സ്ഥലം മാത്രം ഞാൻ അന്ന് തിരയാൻ മറന്നിട്ടുണ്ട്. അത് നമ്മളെ വീട്ടിൽ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അത് തിരയാൻ ഞാൻ മറന്നു. അപ്പൊ ഇങ്ങനെ പല അനുഭവങ്ങളും പലർക്കും ഈ കുട്ടിക്കാലത്ത് നീറുന്ന വേദനകളായിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ എന്തെങ്കിലും അനുഭവങ്ങളുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പല സുഹൃത്തുക്കളെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.